അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം ഹലോ ഹായ് നമസ്കാരം, ഞാൻ ഉമാർ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തെന്താന്ന് വെച്ചാല് കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് കണ്ടു, അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇവരെ മര്യാദക്കാരാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പിന്നെ ഉണ്ണി വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് സിനിമ മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ഇന്റർവെല് വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ ഒരു റിവ്യൂ റൈറ്റർ? നിക്കടാ, ഒരു കാര്യം പറയാനാ, നീ ഇത് കൊണ്ടൊക്കോ, അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ? നിക്കടാ. ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആവണത്? അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ്. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഷസാം, ഞാനോ? നീയും കൊടുക്കും. എന്റെ മുഖം തന്നെ കണ്ടോ, അവന്റെ മുഖം എങ്ങനെയാണ്? പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. അൾട്ടിമേറ്റ് പുച്ഛം. ഈ ഷസാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? അത് കുറെ പിള്ളേരെടുത്ത് ട്രോൾ. ഇപ്പൊ എന്താ പറഞ്ഞ, ഞാനത് വൈറലാവാൻ വേണ്ടി ചെയ്തതാ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. എടാ, നീ ആൺകുട്ടിയാണെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കും. ഇങ്ങനെയാണ് അഭിനയിക്കണ്ടേ. നീ ഒരാളെ കളിയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കും. നീ ആദ്യം ചെയ്ത് കാണിക്കും, എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ട്രോളാം. ഒരു തരത്തിലും സിനിമയായിട്ടുള്ള ബന്ധമില്ലാത്തവരാണ് സിനിമയെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരാൾ അതിന്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ? ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അപ്പൊ എല്ലാവരോടും, എനിക്ക് ഇവരോട് ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമല്ലോ ഒന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പക്ഷെ ഞാൻ എത്ര ദിവസം വേണ്ടെന്ന് വെച്ചാൽ പേരുത്തങ്ങോട്ട് വരും, എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. പക്ഷെ ഇപ്പൊ കുറെ എണ്ണം അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, എനിവേ ഞാൻ പോകുന്നു. ബൈ ബൈ.